വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ മദ്യം വിതരണം ചെയ്തതായി BJPക്കെതിരെ പരാതി. പൂതാടി പഞ്ചായത്തിലെ നെയ്ക്കുപ്പ 1-ാം വാർഡിലാണ് പരാതി ഉയർന്നിട്ടുള്ളത്. BJP ഓഫീസിനായി വാടകയ്ക്കെടുത്ത വീട്ടിൽ മദ്യവിതരണം നടത്തിയെന്നാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒപ്പം വിവരങ്ങളുമായി ജോഷില കൂടി ചേർന്നു. ജോഷില, എന്താണ് സംഭവിച്ചത് അവിടെ? ഇന്നലെ രാത്രി 11:30 ലീഗിലെ ചില നേതാക്കൾ ഇവിടേക്ക് എത്തി. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ അജിംഷാദ്, ഇന്നലെ ഏകദേശം 11:30 രാത്രി 11:30 നെടുന്തന ആദിവാസി ഉന്നതിയിൽ, അതായത് തിരുനെല്ലിയിലാണ് സംഭവം. തിരുനെല്ലി നെടുന്തന ഉന്നതിയിൽ 5 ലീഗ് പ്രവർത്തകർ എത്തുകയും അവിടെ മദ്യം വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ നെടുന്തന ഉന്നതിയിലെ ആളുകൾ ഇവരെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതിനെ തുടർന്നുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഉന്നതിയിലുള്ള ആളുകൾ പുറത്തുള്ള ആളുകളെ വിവരമറിയിക്കുകയും പുറത്തുനിന്ന് മറ്റ് ആളുകൾ എത്തിച്ചേരുകയും ചെയ്തു. അതോടുകൂടി ലീഗിന്റെ 20ഓളം ആളുകൾ ഉന്നതിയിലേക്ക് എത്തിച്ചേരുകയും വലിയ സംഘർഷത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു. എന്നാൽ ഉന്നതിയിലെ ആളുകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടെ DYFI പ്രവർത്തകരെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് ഇവരെ പുറത്താക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം പോലീസ് എത്തുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ രാവിലെ മറ്റ് സ്വകാര്യ ചാനലുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ സംഭവത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. ഈ ശ്രമവും ഉന്നതിയിലെ ആളുകൾ ചേർന്ന് വലിയ പ്രശ്നമാക്കിയതിനെ തുടർന്ന്, അല്ലെങ്കിൽ എതിർത്തതിനെ തുടർന്ന് ഇവർ പിൻവാങ്ങുകയായിരുന്നു. ഉന്നതിയിലെ ആളുകൾ ഈ സംഭവത്തിന് ശേഷം വലിയ പ്രതിഷേധം. അതായത് ഈ വയനാട് നെടുന്തന ഉന്നതിയിലെ ലഹരി വസ്തുക്കളുമായി എത്തിയ ലീഗുകാരെ ഉന്നതിക്കാർ തടയുന്നു. അത് രാത്രിയിലുള്ള സംഭവമാണ്. കള്ളും കഞ്ചാവും ആ മുസ്ലിം ലീഗ് അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്നു, മുസ്ലിം ലീഗുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്നു. അത് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. ഇന്നിപ്പോൾ BJP അവരുടെ ഓഫീസിൽ മദ്യം വിതരണം ചെയ്യുന്നു വോട്ടർമാരെ സ്വാധീനിക്കാൻ, അല്ലേ? BJPയും മുസ്ലിം ലീഗും ഒക്കെ ഒന്നിച്ച്. തീർച്ചയായും അജിംഷാദ്, പൂതാടി പഞ്ചായത്തിലാണ് BJP ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയത്. പൂതാടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഈ സംഭവമായി നെയ്ക്കുപ്പ 1-ാം വാർഡിലാണ് BJP പ്രവർത്തകർ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എടുത്ത ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ മദ്യം വിതരണം ചെയ്യുന്നത് ആളുകൾ ചേർന്ന് പുറത്തേക്ക് കൊണ്ടുപോയി വിഷ്വൽ അടക്കം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആളുകൾ തന്നെയാണ് ഈ വിഷ്വൽ എടുത്ത് പുറത്തേക്ക് വിട്ടത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ BJPയും ലീഗ് കോൺഗ്രസ് നേതാക്കൾ അടക്കം പാർട്ടികളടക്കം ആദിവാസി കോളനികൾ അല്ലെങ്കിൽ ഉന്നതികൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്നും കഞ്ചാവും മദ്യവും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്നാൽ ഉന്നതിയിലുള്ള ആളുകൾ പഴയതുപോലെയല്ല, അവരെല്ലാം തന്നെ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തിരിച്ചടിയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് ഇവിടെ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അജിംഷാദ്.